പ്രിയമുള്ളവരെ, 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ റിസൾട്ട് എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ പരിശോധിച്ചാൽ CPM-ഉം LDF-ഉം അപ്രമാദിത്വം നിലനിർത്തും എന്ന് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ വിശാരദന്മാരും എത്തുന്ന ഏക അഭിപ്രായം. ഒരുപക്ഷേ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും UDF-ന് വലിയ വിജയമുണ്ടായേക്കാം. മലപ്പുറത്ത് 16 സീറ്റ് നേടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം. പത്തനംതിട്ടയിലും ഇടുക്കിയിലും വയനാടുമൊക്കെ കോൺഗ്രസ് സീറ്റ് വിഹിതത്തിൽ വലിയ വർധന രേഖപ്പെടുത്തിയേക്കാം. എന്തിന്, വലിയ പാർട്ടി ഗ്രാമങ്ങളുള്ള കോഴിക്കോട് പോലും സീറ്റ് വിഹിതത്തിൽ UDF LDF-നേക്കാൾ മുന്നിലെത്തിയേക്കാം. കോൺഗ്രസിൻ്റെ പരമ്പരാഗത ജില്ലയായ എറണാകുളത്ത് ഒരുപക്ഷെ മുഴുവൻ സീറ്റ് നേടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കോൺഗ്രസ് എത്തിയേക്കാം. എന്തിന്, തിരുവനന്തപുരം ജില്ലയിലെ അടുത്ത സമീപസ്ഥ ജില്ലയായ കൊല്ലത്ത് പോലും UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ രൂപമാറ്റം ഉണ്ടാകുമ്പോഴും തിരുവനന്തപുരം ജില്ല LDF-ന് അനുകൂലമായി നിൽക്കുന്നു എന്ന് തന്നെയാണ് എല്ലാ സ്ഥിതിവിവര കണക്കുകളും സൂചിപ്പിക്കുന്നത്. അതിന് 2-3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, LDF MLA-മാരൊക്കെയും ജനകീയരാണ്. തിരുവനന്തപുരം ജില്ലയിലെ നമ്മൾ വർക്കല ജോയി എടുത്താലും നെടുമങ്ങാട് GR അനിൽ എടുത്താലും അരുവിക്കര സ്റ്റീഫൻ എടുത്താലും എല്ലാ MLA-മാരും ജനങ്ങളുമായിട്ടൊരു ബന്ധം പുലർത്തുന്നുണ്ട്. നേരത്തെ കോൺഗ്രസ് MLA-മാരായിരുന്നു ഇങ്ങനെ ഒരു ജനകീയ മുഖം കാത്തുസൂക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ജില്ലയിലെ കോൺഗ്രസ് MLA-മാരെക്കാൾ ആ ദൗത്യം LDF-ൻ്റെ MLA-മാർ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ അവരെ പരാജയപ്പെടുത്തുക എന്നത് അല്പം പ്രയാസകരമായ ഒരു കാര്യമാണ് എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യമാണ്. സംസ്ഥാനത്ത് കോൺഗ്രസിന് ഏറ്റവും മോശം സംഘടനാ സംവിധാനങ്ങളുള്ള ജില്ലയാണ് തിരുവനന്തപുരം. LDF-നെ നയിക്കുന്ന മുന്നണി എന്ന രീതിയിലേക്ക് കോൺഗ്രസ്സിന് അവിടെ സംഘടനാ തലങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്നതും ഒരു ദൗർബല്യമായി നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈഴവ വോട്ടുകൾ അവിടെ LDF-ന് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ 2019 ലോക്സഭാ ഇലക്ഷൻ്റെ ഒരു റിസൾട്ട് എടുത്താൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം, ഈഴവ കമ്മ്യൂണിറ്റിക്ക് വലിയ മെജോറിറ്റിയുള്ള ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം, അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുവാൻ വരുമ്പോൾ വോട്ട് വിഹിതം വളരെയേറെ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം വന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വോട്ട് വിഹിതമൊക്കെയും LDF-ലേക്ക് തിരികെ വരുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് ഈഴവ വോട്ടുകൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് അനുകൂലമായി വീഴുകയും അതേ ഈഴവ വോട്ടുകൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് അനുകൂലമായി വീഴുകയും ചെയ്തു. അതായത് ലോക്സഭാ ഇലക്ഷനിൽ ഈഴവ കമ്മ്യൂണിറ്റി BJP-യെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെയും പിന്തുണയ്ക്കുന്ന ഒരു മനോഭാവം തിരുവനന്തപുരം ജില്ലയിൽ കാണിക്കുന്നുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് അനുകൂലമാകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ചും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും CPM കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വിജയിക്കുവാനാണ് സാധ്യത. ഇനി ലോക്സഭാ ഇലക്ഷനിൽ BJP-യെ പിന്തുണച്ചതുപോലെ ഈഴവ സമുദായ അംഗങ്ങൾ നിയമസഭാ ഇലക്ഷനിൽ BJP-യെ പിന്തുണച്ചാൽ അത് LDF-ന് തിരിച്ചടിയാകുകയും അത് കോൺഗ്രസ്സിന് മുൻതൂക്കമുണ്ടാക്കുകയും ചെയ്യും. ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ്സിന് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെടുകയും കോൺഗ്രസ് വിജയിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്യും എന്നാണ് എൻ്റെ വിശകലനത്തിൽ വരുന്ന ഒരു കാര്യം. നിലവിലുള്ള സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് അവിടെ നേടുവാൻ സാധ്യതയുള്ള ആദ്യത്തെ സീറ്റ് നിലവിലുള്ള സീറ്റ് തന്നെയായ കോവളമാണ്. അവിടെ വിൻസെൻ്റ് തന്നെ വിജയിച്ചു വരുവാനാണ് സാധ്യത. വട്ടിയൂർക്കാവിൽ മുരളീധരനും പ്രശാന്തും തമ്മിലാണ് മത്സരം എന്നാണ് അവസാന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. വട്ടിയൂർക്കാവിൽ കടുത്ത ഒരു മത്സരമാണ് നടക്കുന്നത്. പക്ഷേ അവിടെ BJP-യുടെ സ്ഥാനാർത്ഥി ശ്രീലേഖയാണ് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ശ്രീലേഖ IPS. അങ്ങനെയാണെങ്കിൽ ശ്രീലേഖ ദുർബലയായ ഒരു കാൻഡിഡേറ്റ് ആണ് എന്ന് BJP RSS പ്രവർത്തകർക്ക് തോന്നുകയാണെങ്കിൽ ആ വോട്ടുകൾ അവരൊരു പക്ഷേ LDF സ്ഥാനാർത്ഥി പ്രശാന്തിന് വേണ്ടി ഇടുവാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം ടൗണിലെ BJP RSS പ്രവർത്തകരൊക്കെ വിശ്വസിക്കുന്നത് 2021 നേമത്ത് BJP-യുടെ അക്കൗണ്ട് പൂട്ടിച്ചത് മുരളീധരനാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ മുരളീധരനെ തോൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷേ BJP-യുടെയും ഒപ്പം RSS-ൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകാം. വട്ടിയൂർക്കാവിൽ അങ്ങനെ ഒരു ഭീഷണി മുരളീധരന് നേരിടേണ്ടതുണ്ട്. ഇനി അരുവിക്കരയിലേക്ക് വരികയാണെങ്കിൽ അവിടെ വയോധികനായ MM ഹസൻ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സീറ്റ് കോൺഗ്രസ് LDF-ന് താലത്തിൽ വെച്ച് കൊടുക്കുന്നതിന് സമാനമായിരിക്കും. കാരണം അവിടെ ഇപ്പോൾ നിലവിലുള്ള MLA സ്റ്റീഫൻ വളരെ ജനകീയനായ ഒരു MLA ആണ്. അദ്ദേഹത്തെ നേരിടാൻ പ്രാദേശികമായി അവിടെ പ്രവർത്തിക്കുന്ന, അരുവിക്കരയിൽ പ്രവർത്തിക്കുന്ന ആരെയെങ്കിലും കോൺഗ്രസ് പരിഗണിക്കുന്നതായിരിക്കും നല്ലത് എന്ന നിഗമനമാണ് ആ മണ്ഡലത്തിലെ പ്രവർത്തകർക്കിടയിൽ നിന്നുണ്ടാകുന്നത്. കാരണം തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് എൻ്റെ ജില്ലയാണ്. എനിക്ക് അവിടുത്തെ പ്രവർത്തകരുടെയൊക്കെ വികാരം മനസ്സിലാക്കുവാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. മറ്റൊന്ന്, നെയ്യാറ്റിൻകരയിൽ ശക്തൻ്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. നിലവിലുള്ള MLA അർസലൻ അവിടെ വളരെ ജനകീയനാണ്. അദ്ദേഹത്തെ
ശക്തനെ പരാജയപ്പെടുത്തുവാൻ കഴിയുമോ എന്ന കാര്യം ചോദ്യമാണ്. പക്ഷേ ശക്തനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നാടാർ വോട്ട് ബാങ്കുകൾ തനിക്ക് അനുകൂലമായി വീഴ്ത്തുവാൻ കഴിയുന്ന എല്ലാ ടെക്നിക്കുകളും പ്രയോഗിക്കുവാൻ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വിജയസാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് ഈ ആറ്റിങ്ങലിൽ. മറ്റൊന്ന് നെടുമങ്ങാടാണ്. നെടുമങ്ങാട് എടുക്കുകയാണെങ്കിൽ അത് നിലവിലുള്ള MLA GR അനിൽ തന്നെ അവിടെ നിലനിർത്തുവാനാണ് സാധ്യത. നമ്മൾ വാമനപുരത്തേക്ക് വരികയാണെങ്കിൽ അവിടെ കോൺഗ്രസ്സിന് പറഞ്ഞു കേൾക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സുധീർ ഷാ പാലോടാണ്. DK മുരളി നിലവിലുള്ള MLA CPM തന്നെ അവിടെ മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ പാലോട് സുധീർ ഷായ്ക്ക് സാധ്യതകളുണ്ട്. കാരണം അദ്ദേഹം ആ മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് വലിയ ഭൂരിപക്ഷം തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. പക്ഷേ ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം അവസാനത്തെ 9 തെരഞ്ഞെടുപ്പുകളിലും LDF ആണ് വിജയിച്ചേക്കുന്നത്. LDFിന് 100% സ്ട്രൈക്ക് റേറ്റുള്ള വാമനപുരത്ത് ഒരുപക്ഷെ സുധീർ ഷാ പാലോടിന് വിജയിക്കുവാനുള്ള സാധ്യത കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നാൽ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ചില തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ ഭൂരിപക്ഷത്തിനല്ല കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുള്ളത് എന്നാണ്. പ്രത്യേകിച്ചും JSSൻ്റെ സ്ഥാനാർത്ഥി അവിടെ ഷൈൻ മത്സരിച്ച 2 തെരഞ്ഞെടുപ്പുകൾ 2011-ലും 2016-ലും ചെറിയ ഭൂരിപക്ഷത്തിനാണ് JSS പരാജയപ്പെടുന്നത്. ഒരു 2011-ൽ 1609 വോട്ടുകൾക്ക് മാത്രമാണ് ഷൈൻ പരാജയപ്പെടുന്നത്. JSS എന്ന പാർട്ടി തന്നെ ഇപ്പോൾ ഇല്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നേമത്ത് എന്തായാലും കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്യാനാണ് സാധ്യത. ഇനി കോൺഗ്രസ് അട്ടിമറിക്കുവാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് ചിറയൻകീഴാണ്. കാരണം ചിറയൻകീഴ് 3 പ്രാവശ്യം വിജയിച്ച ശശി അദ്ദേഹത്തിന് ഇപ്രാവശ്യം CPI സീറ്റ് നൽകുന്നില്ല. മനോജ് B ഇടമനെയാണ് CPM അവിടെ പരിഗണിക്കുന്നത്. കോൺഗ്രസ് അവിടെ പരിഗണിക്കുന്നത് BS അനൂപിനെയാണ്. അദ്ദേഹത്തിനുള്ള ഒരു അനുകൂല ഘടകമെന്ന് പറയുന്നത് അദ്ദേഹം ആ മണ്ഡലത്തിൽ തന്നെയുള്ള ആളാണ്. മാത്രമല്ല അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. നേരത്തെ അവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്. അദ്ദേഹം ആ മണ്ഡലം നിറഞ്ഞു പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നൊരു പ്രത്യേകത BS അനൂപിന് അനുകൂലമായിട്ടുണ്ട്. മാത്രമല്ല കഠിനംകുളം, മംഗലാപുരം എന്നിവ കോൺഗ്രസ്സിന് വലിയ മെജോറിറ്റി കൊടുക്കുവാൻ പറ്റുന്ന പഞ്ചായത്തുകളും അവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ചിറയൻകീഴ് എന്ന് പറയുന്ന സംവരണ മണ്ഡലം ഒരുപക്ഷെ ഇത്തവണ കോൺഗ്രസ്സിന് അനുകൂലമായി തന്നെ വിധി എഴുതിയേക്കാം. എൻ്റെ ഒരു വിലയിരുത്തലിൽ ആ മണ്ഡലം ഇപ്രാവശ്യം കോൺഗ്രസ് വ്യക്തമായും പിടിച്ചെടുക്കും എന്ന് തന്നെയാണ്. ഇനി വർക്കലയിലേക്ക് വന്നാൽ അവിടെ ജോയിക്ക് തന്നെയാണ് സാധ്യത. ജോയിയുടെ പേര് തന്നെയാണ് അവിടെ പറഞ്ഞു കേൾക്കുന്നത്. വർക്കല കഹാർ ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് ചർച്ചകൾ പോകുന്നത്. പക്ഷേ ജോയി അല്ല എങ്കിൽ വർക്കല കഹാറിന് അവിടെ സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. കോൺഗ്രസ് സംബന്ധിച്ച് അവിടെ തിരുവനന്തപുരം ജില്ലയിൽ പിന്നോക്കം പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ഡല പുനർനിർണയ സമയത്ത് ആവശ്യമായ ശ്രദ്ധ കൊടുത്തില്ല എന്നാണ്. കാരണം മണ്ഡലങ്ങളൊക്കെയും BJPക്കും CPMനും അനുകൂലമായി തിരുവനന്തപുരം ജില്ലയിൽ വെട്ടിമാറ്റപ്പെട്ടു. അതുകൊണ്ടാണ് കോൺഗ്രസ് പരമ്പരാഗതമായി വിജയിച്ചുകൊണ്ടിരുന്ന വർക്കല, കഴക്കൂട്ടം, നേമം മുതലായ മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രകടനം മോശമാകുന്നത്. കാരണം ആ മണ്ഡലങ്ങളൊക്കെ BJPക്കും CPMനും അനുകൂലമായി വെട്ടിവയ്ക്കപ്പെട്ടു. തൽക്കാലം ഈ വീഡിയോയുമായി വിടുവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.